ക്രിസ്തുവിൽ സ്നേഹമുള്ളവരെ, പരിശുദ്ധാത്മാവ് വരുമ്പോൾ ഒരുവന് ലഭിക്കുന്ന ബോധ്യങ്ങളെക്കുറിച്ച് ക്രിസ്തു നൽകുന്ന പഠനമാണ് നാം വചനത്തിൽ ശ്രവിക്കുന്നത്. അവിടുന്ന് ഇപ്രകാരമാണ് പറയുന്നത്: പരിശുദ്ധാത്മാവ് സത്യാത്മാവ് വരുമ്പോൾ നിങ്ങളെ സത്യത്തിൻ്റെ പൂർണ്ണതയിലേക്ക് നയിക്കും എന്നുള്ള വലിയ കാര്യം. സത്യത്തിൻ്റെ പൂർണ്ണത എന്ന് പറയുമ്പോൾ എന്താണ് അർത്ഥമാക്കുന്നത്? എന്താണ് സത്യം? വ്യക്തമായ കാഴ്ചയ്ക്ക് പറയുന്ന പേരാണ് സത്യം എന്നുള്ളത്. പലപ്പോഴും നമുക്ക് മങ്ങിയ കാഴ്ചകളാണുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ കാണുന്നത് പലതും വ്യക്തമായിട്ടുള്ള സത്യങ്ങളല്ല, അർദ്ധസത്യങ്ങളും അസത്യങ്ങളുമാണ് പലപ്പോഴും സത്യമെന്ന് തെറ്റിദ്ധരിച്ച് നാം കേൾക്കുന്നതും പറഞ്ഞ് നടക്കുന്നതും. ഉദാഹരണം പറഞ്ഞാൽ, ഒരുവനെക്കുറിച്ച് പറയുന്ന പരദൂഷണം നമ്മളത് കണ്ടിട്ടില്ല, അറിഞ്ഞിട്ടില്ല. ഏതോ ഒരുവൻ അവൻ്റെ ഭാവനയ്ക്കനുസരിച്ച് നമ്മുടെ ചെവിട്ടിൽ വന്ന് പറയുന്നത് സത്യമാണെന്ന് വിശ്വസിച്ച് നാം 10 പേരോട് പറയും. പരദൂഷണം എന്ന് അങ്ങനെ പറയണത്. എന്നിട്ട് നമ്മൾ പറയും അതങ്ങനെയാണ്, ഇങ്ങനെ കണ്ടതുപോലെ അങ്ങോട്ട് വിളിച്ചു പറയും, ഇല്ലേ? ഇതാണ് പറയുന്നത് അർദ്ധസത്യങ്ങളും അസത്യങ്ങളുമാണ് എന്നുള്ള കാര്യം. നമ്മൾ കാണാത്തൊരു കാര്യം, നമ്മൾക്ക് വ്യക്തമായ ബോധ്യമില്ലാത്തൊരു കാര്യം പറഞ്ഞു നടക്കുന്ന പരിപാടി പരിശുദ്ധാത്മാവ് വന്നാൽ നിർത്തും. കാരണം എന്താ? പരിശുദ്ധാത്മാവ് നൽകുന്നത് സത്യത്തിൻ്റെ പൂർണ്ണതയാണ്. എന്ന് വെച്ചാൽ പരദൂഷണം പറഞ്ഞു നടക്കുന്ന സ്വഭാവമുണ്ടോ? അർത്ഥം എന്താ? ഇതുവരെ പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വന്നിട്ടില്ല എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. വ്യക്തമായ കാഴ്ച എന്നൊക്കെ പറയുമ്പോൾ ഈ ലോകത്തിൻ്റെ കാഴ്ചയല്ല, സ്വർഗം കാണാനുള്ള കാഴ്ച, തെളിച്ചം ഒരുവന് കിട്ടുമെന്നാണ് അതിൻ്റെ അർത്ഥം. ഈ സ്ലീഹന്മാരൊക്കെ ക്രിസ്തുവിന് വേണ്ടി, സുവിശേഷത്തിന് വേണ്ടി മരിക്കാൻ തയ്യാറായി എന്നൊക്കെ പറയുമ്പോൾ അത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. എന്തുകൊണ്ട് അവർ മരിക്കാൻ തയ്യാറായത്? കാരണം അവർ കണ്ടത് സ്വർഗത്തിൻ്റെ കാഴ്ചയാണ്, വ്യക്തമായ കാഴ്ചയാണ്. എസ്തപ്പാനോസിനെ കുറിച്ചൊക്കെ വചനം പറയുന്നില്ലേ? ജനം അവനെ ഇങ്ങനെ കല്ലെറിഞ്ഞു കൊല്ലുമ്പോൾ അവൻ മിഴികൾ ഉയർത്തി നോക്കി, അപ്പോൾ സ്വർഗം തുറക്കപ്പെട്ടിരിക്കുന്നതും ദൂതന്മാർ സ്വർഗത്തിൽ നിന്ന് തന്നെ സ്വീകരിക്കുവാൻ ഇറങ്ങി വരുന്നതുമായ കാഴ്ച അവൻ കണ്ടു എന്ന വചനം പറയുന്നത്. അർത്ഥം എന്താ? പരിശുദ്ധാത്മാവ്. എസ്തപ്പാനോസിനെ കുറിച്ച് വചനം അടിവരയിട്ട് പറയുന്ന കാര്യം എന്താ? പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായിരുന്നു എസ്തപ്പാനോസ്. അതുകൊണ്ട് അവൻ എന്ത് കിട്ടി? സ്വർഗത്തിൻ്റെ കാഴ്ച കിട്ടി എന്നുള്ളതാണ്. വചനത്തിൽ ഒരു അന്ധനായ മനുഷ്യനെ ജനക്കൂട്ടം കൊണ്ടുവരുന്നുണ്ട്. കർത്താവ് അവനെ കൊണ്ട് ഇങ്ങനെ പുറത്തേക്ക്, കാരണം ആൾക്കൂട്ടത്തിൽ നിന്നല്ല, പുറത്തേക്ക് മാറ്റി നിർത്തിയിട്ട് അവൻ്റെ കണ്ണുകളിൽ ഇങ്ങനെ തൊടുന്നുണ്ട്. എന്നിട്ട് അവനോട് ചോദിക്കുന്നുണ്ട്, നീ എന്ത് കാണുന്നു? അപ്പോൾ അവൻ പറയണ എന്താ? ഞാൻ മനുഷ്യരെ കാണുന്നു, എന്നാൽ അവർ മരങ്ങളെ പോലെ ഇരിക്കുന്നു. വ്യക്തമായ കാഴ്ചയല്ലത്. കാരണം എന്താ? മനുഷ്യനെ മനുഷ്യനായിട്ട് കാണാതെ മരമായിട്ട് കണ്ടാൽ എന്തു പറ്റും? തൻ്റെ കാര്യസാധ്യത്തിന് വേണ്ടി അതിനെയൊക്കെ ഉപയോഗപ്പെടുത്തും. മരം അതിനു വേണ്ടിയാണ്, ഉരുപ്പടികളാക്കാൻ വേണ്ടിയാണ്. മനുഷ്യനെ മരമായിട്ട് കണ്ടാൽ അത് വലിയൊരു പ്രശ്നമാണ്. വ്യക്തമായ കാഴ്ചയില്ലാത്തതിൻ്റെ പ്രശ്നമാണ്. ഉരുപ്പടികളാക്കി മാറ്റും. സ്വർണം കായ്ക്കുന്ന മരമാണെങ്കിലും കൂരയ്ക്കുമേൽ ചാഞ്ഞാൽ എന്തു ചെയ്യും? വെട്ടിക്കളയും. എനിക്ക് ശല്യമാണെന്ന് തോന്നും മനുഷ്യനെ, ഞാൻ എന്തു ചെയ്യും? വെട്ടി അങ്ങാട് നശിപ്പിച്ച് കളയും. ഇതാ പ്രശ്നം. അപ്പോൾ കർത്താവ് എന്ത് ചെയ്യുന്നുണ്ട്? കണ്ണിലൊന്നും കൂടി അവനെ തുപ്പിയിട്ടാണ് പറയുന്ന അടുത്ത സ്റ്റെപ്പ്. എന്തെന്നാ? കാരണം മനുഷ്യനെ മനുഷ്യനായിട്ട് കാണാതെ മരമായിട്ട് കണ്ടാൽ നിൻ്റെ കാഴ്ചയ്ക്ക് പ്രശ്നമുണ്ട്. വീണ്ടും തൊട്ടപ്പോൾ അവൻ പറയണെന്താ? ഇപ്പോൾ ഞാൻ മനുഷ്യനെ മനുഷ്യനായിട്ട് കാണും. വ്യക്തമായ കാഴ്ച കിട്ടി എന്നതിൻ്റെ അർത്ഥം. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവ് ഒരുവന് നൽകുന്ന വലിയ ബോധ്യങ്ങളിൽ ഒന്നാണ് വ്യക്തമായ സത്യത്തിൻ്റെ പൂർണ്ണത എന്ന് പറയുന്ന ഈ വചനം. അപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുന്നത് പെന്തക്കോസ്താ തിരുനാളിൽ പരിശുദ്ധാത്മാവിനെ കൊണ്ട് നിറയാനാണ്. അപ്പോൾ ആ നിറഞ്ഞു കവിയുന്ന ഓരോ മനുഷ്യനും ലഭിക്കുന്ന കൃപയുടെ അഭിഷേകം സമൃദ്ധിയാണെന്ത്? വ്യക്തമായ കാഴ്ച, മനുഷ്യനെ മനുഷ്യനായി കാണാനും സ്വർഗത്തിൻ്റെ കാഴ്ച കണ്ട്
സ്വർഗം നോക്കി നടക്കാനും ജീവിക്കാനും ഒരുവനെ പ്രാപ്തനാക്കുന്ന സ്വർഗത്തിൻ്റെ ചൈതന്യമാണ് പരിശുദ്ധാത്മാവ്. ഈ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാൻ, സ്വന്തമാക്കാൻ പ്രാർത്ഥനയോടെ ഒരുങ്ങാം, പ്രാർത്ഥനയോടെ കാത്തിരിക്കാം.